ഇന്ന് എന്റെ സൗണ്ടൊന്നും തീരെ വയ്യ. എനിക്ക് ചെറിയൊരു തൊണ്ടവേദനയൊക്കെ പോലെ ഉണ്ട്. രാവിലെ എണീറ്റ് പാടെ കേട്ട ന്യൂസുകളൊക്കെ അതുപോലത്തെ ഒരു ന്യൂസാണല്ലോ. എല്ലാവരും ടിവിയുടെ മുന്നിൽ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. നമ്മളൊക്കെ എന്താ പറയാ, രാവിലെ എണീറ്റാ പറയാ എണീറ്റു എന്നുള്ളത്. അങ്ങനത്തെ അവസ്ഥകളിൽ ഇന്നൊക്കെ അത്രേ ഉള്ളൂ. ജീവിതമൊക്കെ ഇനിയിപ്പോൾ ആസ്വദിച്ചാൽ അത്രപ്പോലെ ആസ്വദിക്കാം, അത്രേ ഉള്ളൂ. പിന്നെ മുമ്പോട്ടൊക്കെ എത്ര കാലം എന്നൊക്കെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇന്ന് തന്നെ കണ്ടില്ലേ വയനാട്ടിലെ സംഭവം എന്നൊക്കെ പറയണത്, കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് മൊത്തം പോയി. അപ്പോൾ ചിലർക്കെങ്കിലും ഞാൻ പറയട്ടെ, ചിലപ്പോൾ എൻ്റെ വീഡിയോ രാവിലെ എണീറ്റ് ഫോൺ നെറ്റ് ഓൺ ആക്കുമ്പോൾ അരോചകമായിട്ടൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷേ ആ അരോചകം എന്നൊക്കെ പറയണ്ടല്ലോ, നമ്മളെ ഈ ഒരു സൗണ്ട് ഒരു ദിവസം നിലക്കും. ആ നിലക്കുന്ന ടൈമിൽ ചിലരെങ്കിലും ചിന്തിക്കും, എൻ്റെ അമ്മേ കുറച്ചെങ്കിലും പേരെങ്കിലും ഓർക്കും. ഞാനും അത്രത്തൊക്കെ ചിന്തിച്ചിട്ടു. അല്ലാതെ ഞാൻ ആരോ എന്താ പറയാ ഒരു ബുദ്ധിമുട്ടി ആക്കാനോ ഒന്നിനും അല്ല വീഡിയോ എടുക്കണേ. ഒരു എന്താ പറയാ, നമ്മളെ കാര്യങ്ങൾ നമുക്ക് ആരോടൊക്കെങ്കിലും സംസാരിക്കണ്ടേ. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ സംസാരിക്കുന്നത് ഇതുപോലെ കേട്ടിരിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ചുമ്മാ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ശ്രദ്ധിക്കും, കേട്ടിരിക്കും എന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഓൺ വോയിസ് ഇടണം. അല്ലെങ്കിൽ നമുക്ക് വീഡിയോസ് ചെയ്യുന്ന ഇഷ്ടം പോലെ വേറെ ഇല്ലേ. പക്ഷെ അതൊന്നുമല്ല. പക്ഷെ ഇന്നത്തെ ഈ ഒരു സംഭവം കൂടി കേട്ടപ്പോൾ എനിക്ക് വല്ലാണ്ട് എന്തോ പറയണം തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. വേറെ ഒന്നുമില്ല. അപ്പോൾ അരോചകം ഉള്ളവര് എന്താ പറയാ, ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോയിക്കോ, അതായിരിക്കും നല്ലത്. ദിവസം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞില്ലെങ്കിൽ ഇപ്പം എനിക്ക് എന്തോ ഒരു പോലെയാണ്. ടാറ്റാ.